ഇത്രയും വലിയ വർഗീയവാദിയാണ് വെള്ളാപ്പള്ളി നടേശൻ എങ്കിൽ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ക്യാമ്പയിൻ എടുക്ക്. ഇവരുടെ യൂത്ത് കോൺഗ്രസും ഇവരുടെ കോൺഗ്രസും ഒക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി നടേശൻ കരിയോയിൽ ഒഴിക്കുന്നൊക്കെ. ആ പറഞ്ഞ നേതാവിൽ അവിടെ അവസാനിച്ചു. മലപ്പുറത്തെ ഒരു നേതാവ് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരും പറഞ്ഞില്ല. അവരുടെ സംസ്ഥാന പ്രസിഡന്റിന് എന്തേ വായിൽ എന്തേലും ഉണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ? പറയണ്ടേ? പറയില്ല. ഇവരുടെ KPCC പ്രസിഡന്റും സുധാകരനും KC വേണുഗോപാലും ഒക്കെ ഒറ്റക്കെട്ടായി പറയട്ടെ അത്ര അപകടമാണ് ഈ വെള്ളാപ്പള്ളി നടേശനെങ്കിൽ ഇവർ പറയട്ടെ എന്ന്, ആർജവം കാണിക്കട്ടെ. ഇവിടെ ശ്രീ വസീഫ്, നമ്മളിപ്പോൾ ഇതൊരു ശീർഷാസന കാഴ്ചയായിട്ടാണോ കാണേണ്ടതെന്ന് എനിക്കറിയില്ല. തൊഴിലിൻ്റെ വിദ്യാഭ്യാസം ഒക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് BJP പറയുന്നു. മാറാട് കലാപം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു, കഴിഞ്ഞ ദിവസം AK ബാലൻ ഉന്നയിച്ചു. പണ്ടങ്ങോണ്ട് കഴിഞ്ഞ 24 കൊല്ലം മുമ്പ് കഴിഞ്ഞ മാറാട് കലാപം നിങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ BJP പറയുന്നു ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇവിടെ ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു പോയിന്റിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാൻ താങ്കളോടുള്ളത്. പല കാര്യങ്ങൾ ചെയ്തു നോക്കി. പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധികളെല്ലാം കഫിയ ധരിച്ചു. നാടൊട്ടുക്കും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും അതുപോലെ തന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സദസ്സുകൾ, നൈറ്റ് മാർച്ച്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല, എന്നാൽ പിന്നെ ബാക്കിയെല്ലാം ഏകീകരിക്കാൻ പറ്റുമോ നോക്കാം എന്നൊരു സ്ട്രാറ്റജി വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ആരോപണമാണ്. അതിനുള്ള മറുപടി എന്താ? അഭിലാഷേ, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും നിരീക്ഷകനൊക്കെ എങ്ങനെ ഇടതുപക്ഷത്തെ ഒന്ന് മോശപ്പെടുത്താം എന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ഈ പലസ്തീൻ വിഷയം, ഞങ്ങൾ ആദ്യമായിട്ട് ആണോ പലസ്തീനു വേണ്ടി നിലപാട് സ്വീകരിച്ചത്? ഇന്ത്യയുടെ നിലപാട് പലസ്തീനോടൊപ്പമായിരുന്നില്ലേ? ഈ BJP അധികാരത്തിൽ വന്ന് ഈ രാജ്യത്തൊരു പൊതുബോധം, പലസ്തീൻ വിരുദ്ധ പൊതുബോധം, അതൊരു മുസ്ലിം പ്രശ്നമാണ്, അതൊരു മതപ്രശ്നമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ച സമയത്താണ് കോൺഗ്രസ് ഉൾപ്പെടെ അതിൽ നിന്നൊരു അല്പം ചാഞ്ചാട്ടം ഉണ്ടായത്. കോൺഗ്രസിന് തന്നെ ഉണ്ടായത്. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോഴും ഒക്കെ പലസ്തീനു വേണ്ടി സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. എവിടെയാ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നിങ്ങൾ കണ്ടല്ലേ അതിനകത്ത്? എവിടെയാ? ഞങ്ങൾ പലസ്തീനൊപ്പമാണ്, ഒരു തർക്കവുമില്ല. സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിലാണ് ഞങ്ങളുള്ളത്. പലസ്തീൻ പ്രശ്നത്തിൽ ഞങ്ങൾ ശക്തമായി പലസ്തീനോടൊപ്പം നിൽക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറയാം, നൗഷാദ് അലിയൊക്കെ VS അച്യുതാനന്ദൻ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ എത്ര തവണ ചർച്ച ചെയ്ത് പുച്ഛിച്ച് കളഞ്ഞതാ. ഇതാണ് ഇവരുടെ ഈ കുറുക്കൻ്റെ കൗശലം. ആരുടെ? കോൺഗ്രസിൻ്റെ. VS അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? VS മലപ്പുറത്തെ കുട്ടികൾ ആക്ഷേപിച്ചിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ മലപ്പുറത്തെ ആക്ഷേപിച്ചതാരാ? ഇവരുടെ ആര്യാടൻ മുഹമ്മദ് അല്ലേ? ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ആര്യാടൻ ഷൗക്കത്ത് അല്ലേ കുട്ടി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞത്? ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാരാ? ഇതൊക്കെ ഈ നാടിനോട് പറയണ്ടേ? ഈ കോൺഗ്രസ്സാ പറഞ്ഞത്. AK ആന്റണി മുസ്ലിം ലീഗിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി അവസാനം ആ ഇറങ്ങിപ്പോകുന്ന തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത കാഴ്ച കേരളം കണ്ടതല്ലേ? മുസ്ലിം ലീഗിനെ വിമർശിച്ചതിന് അധികാരം നഷ്ടപ്പെട്ടു AK ആന്റണിക്ക്. ഇതാ കോൺഗ്രസ്. ആ കോൺഗ്രസ് തരാതരം അവർക്കിഷ്ടമുള്ളത് പറയാം. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ എന്തോ സംഖ്യയാക്കുക. കാരണം അവരുടെ കൂടെ ആരുണ്ട്? ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ. V ലിജു ഇവരുടെ സമുന്നതനായ നേതാവല്ലേ, സ്റ്റേജിലുണ്ടായിരുന്നില്ലേ? ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തേ പറയാതിരുന്നത്? IB ഈഡൻ എന്തേ പറയാത്തത്? ഇവരൊരു പത്രസമ്മേളനം വിളിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ വർഗീയവാദിയാണ് വെള്ളാപ്പള്ളി നടേശൻ എങ്കിൽ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ക്യാമ്പയിൻ എടുക്ക്. ഇവരുടെ യൂത്ത് കോൺഗ്രസും ഇവരുടെ കോൺഗ്രസും ഒക്കെ എടുക്കട്ടെ. ഒരു ജാഥ നടത്തി ഇങ്ങോട്ട് വരട്ടെ. യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി നടേശൻ കരിയോയിൽ ഒഴിക്കുന്നൊക്കെ. വരില്ല. ആ പറഞ്ഞ നേതാവിൽ അവിടെ അവസാനിച്ചു. മലപ്പുറത്തെ ഒരു നേതാവ് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരും പറഞ്ഞില്ല. അവരുടെ സംസ്ഥാന പ്രസിഡന്റിന് എന്തേ വായിൽ എന്തേലും ഉണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ? പറയണ്ടേ? പറയില്ല. ഇവരുടെ KPCC പ്രസിഡന്റും സുധാകരനും KC വേണുഗോപാലും ഒക്കെ ഒറ്റക്കെട്ടായി പറയട്ടെ അത്ര അപകടമാണ് ഈ വെള്ളാപ്പള്ളി നടേശനെങ്കിൽ ഇവർ പറയട്ടെ എന്ന്, ആർജവം കാണിക്കട്ടെ. അവർ കാണിക്കില്ല. അവരുടെ നേതാക്കന്മാരൊക്കെ തരാതരം ഇതെല്ലാം പ്രീണിപ്പിച്ച് കൊണ്ടുപോകാം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ, ഇത്ര ചെറിയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി, ഒട്ടും സ്വാധീനമില്ല. ശരി, എന്നാൽ പിന്നെ എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത് ഇവർ തലയിൽ കയറ്റി വെക്കുന്നത്? ഈ അപകടമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഇവരുടെ തന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ പല തവണ പറഞ്ഞ തീവ്രവാദികളെന്നും IS ആണെന്നും പറഞ്ഞ ഇവരെ എന്തിനാ പിന്നെ ഇവർ വോട്ടില്ലെങ്കിൽ, അവർക്ക് സ്വാധീനമില്ലെങ്കിൽ കൂടെ കൂട്ടുന്നത്? എന്തിനാ കൂട്ടുന്നത്? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തും ആവാം, എന്തും പറയാം. പിന്നെ ഒരു മടിയുമില്ലാതെ ഇവർ പറയുന്നത് എന്താ?
സംഘപരിവാരമാണ് ഈ കേരളത്തിലെ പോലീസിന്, അല്ലെങ്കിൽ സംഘപരിവാരത്തോട് ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരണം നടത്തുന്നത് എന്ന് മറ്റത്തൂര് നമ്മൾ കണ്ടില്ലേ? ഇനിയും ഈ ഇവിടെ ഇരുട്ടിനെ അങ്ങ് പകലാക്കി മാറ്റുകയാണോ ഇവര്? ഇപ്പോ പകലാണ് എന്ന് പറയാം, രാത്രി വന്നിട്ട് പകലാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? മറ്റത്തൂര്, കുമരകം, ഇവിടെ വയനാട്ടിൽ ഒക്കെ എന്താ സംഭവിച്ചത്? ശരി, ഭരണം കിട്ടാൻ വേണ്ടി BJPയും ഈ പറയുന്ന കോൺഗ്രസും ഒരുമിച്ച് ചേരുകയല്ലേ? ഒന്നോ രണ്ടോ പേരല്ല, കൂട്ടത്തോടെ ചേരുക. എന്നിട്ട് ഇവരെന്ത് നടപടി സ്വീകരിച്ചു? അയോഗ്യയാക്കിയോ? ഒന്നുമില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞ പ്രസിഡന്റ് കോൺഗ്രസ് പതാകയും ഏന്തിയിട്ടാണ് DCC സെക്രട്ടറിയുടെ കൂടെ പ്രകടനം നടത്തിയത്. ഞാൻ പോയതാ മറ്റത്തൂര് പ്രതിഷേധത്തിന്. ഞങ്ങൾ ഇവിടെ പറയുന്നത് എന്താ? ഇന്നും പറഞ്ഞു, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. ഇവരുടെ അബ്ദുൾ റബ്ബ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് പാഠപുസ്തകം കൊടുക്കാനിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പാഠപുസ്തകം വിതരണം ചെയ്തിരുന്നു ഞങ്ങൾ. അന്ന് മാധ്യമങ്ങൾ ഓണപരീക്ഷയായിട്ടും എന്തേ പാഠപുസ്തകം കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ഓണം നേരത്തെ വന്നതിന് ഞാൻ എന്ത് കാട്ടാനാന്നാ ചോദിച്ചിരുന്നത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ്. ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഇവിടുത്തെ പാലങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? പിന്നെ ഇപ്പൊ BJPയുടെ നേതാവ് പറയുന്നുണ്ട്, വലിയ വായിൽ വർത്താനം പറയാ, ഈ മണിപ്പൂരിൽ നിന്ന് 60,000 മനുഷ്യരാണ് ഇവരുടെ ഭരണത്തിന്റെ ഇവരുടെ ഇടപെടലിന്റെ ഒക്കെ കാരണം കൊണ്ട്, സംഘർഷം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ 60,000 പേരാ പലായനം ചെയ്തത്. ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം എവിടേക്കാ പോകുന്നത്? പറയണ്ടേ? ഇവര് ലോക ഭൂപടത്തെ കുറിച്ച് പറയുന്നവരാണല്ലോ. ലോകത്ത് മനുഷ്യന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റാത്ത ഇടമായി നമ്മുടെ രാജ്യത്തെ ഈ കുറെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ഓക്കെ, പറയുന്നു. ശരി.